പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി. അപകടാവസ്ഥയിൽ ബഹുനില കെട്ടിടം കാത്തിരിക്കുന്നത് വലിയ ദുരന്തം. കോഴിക്കോട് വലിയങ്ങാടിയിൽ വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നു വീണ് 4 തൊഴിലാളികൾ മരിച്ച വാർത്ത നെട്ടലോടെയാണ് മലയാളികൾ കേട്ടത്. അത്തരം ഒരു അപകടത്തിന് കാതോർത്തിരിക്കുകയാണ് മട്ടാഞ്ചേരി പനയപ്പള്ളി പ്രദേശം. ഇവിടെ പ്രധാന റോഡിന്റെ വശത്ത് 70 വർഷത്തോളം പഴക്കമുള്ള സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയുള്ള ബഹുനില കെട്ടിടം ഏത് സമയത്തും വീഴാവുന്ന നിലയിൽ അപകടാവസ്ഥയിലാണെന്നാണ് പരാതി. 4 നിലകളിലായി സ്ഥിതി ചെയ്യുന്ന പനയപ്പള്ളിയിലെ തക്യാവ് കൃഷ്ണൻസ് ലോഡ്ജ് കെട്ടിടമാണ് ഇത്തരത്തിൽ അപകടാവസ്ഥയിലായി നിലകൊള്ളുന്നതെന്ന് ആക്ഷേപമുള്ളത്. കെട്ടിടത്തിന്റെ താഴെ നിലയിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റു നിലകളിൽ ലോഡ്ജിൽ താമസക്കാരുമുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഈ കെട്ടിടത്തിന് സമീപത്തൂടെ നടന്നു പോകുന്നത്. കെട്ടിടം തകർന്നാൽ അത് വലിയ ദുരന്തമായിരിക്കും ക്ഷണിച്ചു വരുത്തുക. മുൻ 6ാം ഡിവിഷൻ കൗൺസിലറുടെ പരാതിയിൽ കഴിഞ്ഞ ഏപ്രിലിൽ കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട കൊച്ചി നഗരസഭ ഫോർട്ട് കൊച്ചി മേഖല അസിസ്റ്റന്റ് എഞ്ചിനീയർ കെട്ടിട ഉടമയ്ക്ക് നോട്ടീസ് നൽകിയെങ്കിലും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. കെട്ടിടം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലാണെന്നും റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്കും സമീപത്തെ സ്ഥാപനങ്ങൾക്കും അപകട ഭീഷണിയാണെന്ന് ബിൽഡിംഗ് ഇൻസ്പെക്ടർ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ കെട്ടിടം പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകിയത്. കെട്ടിടത്തിലെ വാടകക്കാരെ ഉടൻ ഒഴിപ്പിക്കണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടീസിൽ പറഞ്ഞിരുന്നു. പിന്നീട് തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. കോഴിക്കോട് വലിയങ്ങാടി അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് കെട്ടിടം വീണ്ടും ചർച്ചാ വിഷയമായത്. കെട്ടിടത്തിന്റെ സമീപത്താണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം പ്രവർത്തിക്കുന്നത്. വിദ്യാർത്ഥികൾ ഈ കെട്ടിടത്തിന് സമീപത്തു കൂടിയാണ് നടന്നു പോകുന്നത്. കെട്ടിടത്തിന്റെ നേരെ എതിർവശത്താണ് ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നത്. നിരവധി സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. പനയപ്പള്ളി സ്വദേശി ടി എം സൈനുദ്ദീൻ എന്ന ഫിറോസ് മുഹമ്മദിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫോർട്ട് കൊച്ചി RDO തോപ്പുംപടി വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് പ്രകാരം വില്ലേജ് ഓഫീസർ കഴിഞ്ഞ ദിവസം ഇവിടെ സന്ദർശിച്ചിരുന്നു. വില്ലേജ് ഓഫീസർ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് വിവരം. കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പനയപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് സനലീസ മേയർക്ക് പരാതി നൽകിയിട്ടുണ്ട്. 2025 4-ാം മാസം 2-ാം തീയതി കോർപ്പറേഷന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കാലപ്പഴക്കം, ഇതിന്റെ ശോചനാവസ്ഥ പൊളിച്ചു നീക്കുമെന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് ഒരു തുടർ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ, ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറി നോക്കിയാൽ ഇതിൻ്റെ ദൈനികാവസ്ഥ നേരിട്ട് മനസ്സിലാവും. നമ്മൾ പുറമെ നിന്ന് കാണുന്ന പോലെ ഉള്ളിലത്തെ അവസ്ഥ വളരെ ശോചനാവസ്ഥയാണ്. ഇതിപ്പോൾ നിരന്തരം കളക്ടർ, ജില്ലാ കളക്ടർ, RDO, കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അതുകൊണ്ട് സകല ആളുകൾക്കും ഓൺലൈനിലായും ഓഫ്ലൈനിലായും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ തപാലയും പരാതി കൊടുത്തിട്ടുണ്ട്. ദൃശ്യമാധ്യമങ്ങളും പത്രങ്ങളിലും വാർത്ത ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിടത്തിന് 120 മീറ്റർ തൊട്ടപ്പുറം സ്കൂള്, LKG മുതൽ ഹയർ സെക്കൻഡറി വരെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ്. ബസ് സ്റ്റോപ്പ്, വ്യാപാര സ്ഥാപനങ്ങൾ, പിന്നെ 300 മീറ്റർ അപ്പുറം കൊച്ചിൻ കോളേജുള്ളത്. ഒരു ദുരന്തം ഇവിടെ സംഭവിച്ചതിന് കേരളം കണ്ടത് ഏറ്റവും വലിയ ദുരന്തത്തിൽ മാറും. അപ്പോൾ ഒരു അപകടം നടന്നതിന് ശേഷം അധികാരികൾ വന്നിട്ട് റീത്തും അനുശോചന പ്രമേയം വെച്ചിട്ട് പോകണതിനായിട്ട് നല്ലത് ഒരു അപകടം ഇല്ലാണ്ടിരിക്കാനല്ലേ ശ്രദ്ധിക്കേണ്ടത്. ഇത് എത്രയും പെട്ടെന്ന് പൊളിച്ച് അധികാരം നീക്കിയില്ലാന്നുണ്ടെങ്കിൽ ഇത് നിയമപരമായിട്ട് തന്നെ ശക്തമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.